ഓം ശ്രീ ആഞ്ജനേയ നമ. MSB4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ അടുത്ത ഒരാഴ്ചത്തെ വാരഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള വാരഫലം ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതായത് 2025 ജൂൺ 8 തീയതി മുതൽ ജൂൺ 14 വരെയുള്ള അത്രയും ദിവസത്തെ ഫലം, 27 നക്ഷത്ര ജാതകരുടെ ഫലമാണ് പറയുന്നത്. 12 രാശികൾക്ക്, മേടരാശി മുതൽ മീനരാശി വരെയുള്ള 12 രാശികൾക്ക് ഓരോ തവണ കബഡി പ്രശ്നം വെച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വാരഫല വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. വാരഫല വീഡിയോയിൽ ആദ്യമായി മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മേടക്കൂർ നക്ഷത്ര ജാതകരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂർ നക്ഷത്ര ജാതകർക്ക് പോസിറ്റീവ്സും നെഗറ്റീവ്സും രണ്ടും ഇടകലർന്ന ഒരു വാരമാണ് വരാൻ പോകുന്നത്. അതായത് ഔദ്യോഗികപരമായിട്ട് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ മേടക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. സംസാര രീതി നല്ല രീതിയിൽ ഒന്ന് നിയന്ത്രിക്കുക. ആ ഒരു സംസാരത്തിൽ ആ ഒരു മിതത്വം പാലിച്ച് പോകേണ്ടത് അത്യാവശ്യമാണ്. കാരണം ആ ഒരു സംസാര രീതി കൊണ്ട് പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത മേടക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യതയും ഈ ഒരാഴ്ച, വരുന്ന ആഴ്ച മേടക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ മേടക്കൂർ നക്ഷത്ര ജാതകർക്ക് കുടുംബ സംബന്ധമായിട്ട് പൊതുവെ ശാന്തിയും സമാധാനവും ഉള്ള ഒരു വാരമാണ് കാണിക്കുന്നത്. ദാമ്പത്യപരമായിട്ട് വളരെ നല്ല ഒരു വാരമാണ്. ജോലി അന്വേഷിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് വളരെ നല്ല ഒരു വാരം. അതുപോലെ തന്നെ കുടുംബദേവി കടാക്ഷം, ശിവ ഭഗവാന്റെ അനുഗ്രഹം ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് കാണിക്കുന്നത്. ബിസിനസ് സംബന്ധമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷൻ, അതുപോലെ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ, ബിസിനസ് സംബന്ധമായിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ പ്ലാനിങ് ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് കാണിക്കുന്നത്. വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികൾക്ക് ചെറിയ തോതിലുള്ള അലസത, മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കുട്ടികൾക്ക് അലസതയുള്ള ഒരു വാരം. ആ ഒരു സ്റ്റഡി ഫോക്കസിങ് ഒരു സ്വല്പം കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ഈ ഒരു വാരം അത്ര അനുകൂലമായിട്ടുള്ള ഒരു വാരമല്ല. ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ നല്ല ഒരു വാരമാണ്. അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് കാണിക്കുന്നത്. കുടുംബത്ത് നേരത്തെ പറഞ്ഞ പോലെ വളരെ ശാന്തിയും സമാധാനവും ഉള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ശത്രു സംബന്ധമായിട്ട് ഒന്ന് കരുതിയിരിക്കുക. അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. പണമിടപാടുകൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതായി ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂർ നക്ഷത്ര ജാതകരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകേരം പകുതി. ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. അതുപോലെ തന്നെ നടക്കുമ്പോഴും സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പം സ്ലിപ്പായി വീഴാനുള്ള സാധ്യതകൾ, അങ്ങനെയുള്ള ചെറിയ സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ച് മുൻപോട്ട് പോകേണ്ട ഒരു വാരമാണ്. ആരോഗ്യപരമായിട്ട് നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സ്കിൻ അലർജി പോലുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തൊണ്ടയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് ഞാൻ പൊതുവെയുള്ള ഒരു ഫലമാണ് പറയുന്നത്. എല്ലാവർക്കും 100% ഇത് വരും എന്നൊരിക്കലും ഞാൻ പറയില്ല. പൊതുവെയുള്ള ഒരു നക്ഷത്ര ഫലം. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ വാരഫല വീഡിയോ ഞാൻ പൊതുവെയുള്ള നക്ഷത്ര ഫലമാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതികൾ അതിന്റെ അടിസ്ഥാനത്തിലും
അതുപോലെ നിലവിലുള്ള ദശാസന്ധി അതിന്റെ അടിസ്ഥാനത്തിലും ഏറ്റക്കുറച്ചിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. പൊതുവെയുള്ള ഒരു നക്ഷത്ര ഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. അപ്പം ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ജോലി സംബന്ധമായിട്ട് അവർക്ക് ചെറിയ ടെൻഷൻസ് ഉണ്ടാകുന്ന ഒരു വാരമാണ് കാണിക്കുന്നത്. അതായത് വർക്ക് സാറ്റിസ്ഫാക്ഷൻ ലിമിറ്റ് ചെറിയ തോതിൽ ഒന്ന് കുറഞ്ഞു നിൽക്കും. ജോലി അന്വേഷിക്കുന്നവർക്കും ചെറിയൊരു തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത അടുത്ത ഒരു ബുധനാഴ്ച വരെ ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. ദാമ്പത്യപരമായിട്ട് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു വാരമാണ് കാണിക്കുന്നത്. ഭാഗ്യപരമായിട്ടും ചെറിയ തടസ്സങ്ങൾ ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നു. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. അതുപോലെ തന്നെ കുടുംബത്ത് നല്ല ശാന്തിയും സമാധാനവും ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് കാണിക്കുന്നത്. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ ദൈവാധീനമുള്ള ഒരു വാരമാണ്. അതുപോലെ ബിസിനസ് സംബന്ധമായിട്ട് ബിസിനസ് എക്സ്പാൻഷൻ, അതുപോലെ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ലൊരു വാരമായിട്ടാണ് കബഡിയിൽ കണ്ടത്. അപ്പം ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് ശത്രുപരമായിട്ട് അങ്ങനെ അധികം ക്ലേശങ്ങൾ ഉണ്ടാകുന്നതല്ല. അപ്പം പണം ഇടപാടുകൾ, അങ്ങനെയുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പണം കടം കൊടുക്കുന്ന ഒന്ന് നിയന്ത്രിക്കുക. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് ഇടവക്കൂർ നക്ഷത്രത്തിൽ വരുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സരസ്വതി ദേവി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ നല്ല സമയമാണ്. ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു, സരസ്വതി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. ദിവസവും സരസ്വതി മന്ത്രം ദിവസവും ജപിക്കുക വിളക്ക് തെളിയിക്കുന്ന സമയത്ത്. അതുപോലെ മഹാലക്ഷ്മി അഷ്ടകം കൂടി ദിവസവും ജപിക്കുക. പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന, വിദ്യാഭ്യാസപരമായ കുട്ടികൾക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. അടുത്തത് മിഥുന കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മിഥുനക്കൂർ നക്ഷത്ര ജാതകരായ മകൈരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം. മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്ക് ദൈവാധീനമുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. സാമ്പത്തികപരമായിട്ട് ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകും. അവർക്ക് അങ്ങനെ എന്തെങ്കിലും പണമിടപാടുകൾ ആർക്കെങ്കിലും കൊടുത്ത് കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയ ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്ന വളരെ സമാധാനപരമായിട്ടുള്ള ഒരു വാരമാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക്, അതുപോലെ തന്നെ നിലവിൽ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നതാണ്. വിദേശത്ത് ഉപരിപഠനത്തിനും അതുപോലെ ജോലി സംബന്ധമായിട്ടൊക്കെ പോകാനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ, വിസ സംബന്ധമായിട്ടുള്ള ക്ലിയറൻസിന് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ആ ഒരു ഭാഗ്യം കടാക്ഷിച്ചു നിൽക്കുന്ന ഒരു വാരമാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നത്, പൊതുവെയുള്ള നക്ഷത്രഫലം. അതുപോലെ സാമ്പത്തിക ഇടപാടുകൾ, വളരെ ഭദ്രമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ചെയ്യാൻ പറ്റിയ ഒരു പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കുന്നു. വിവാഹ സംബന്ധമായിട്ട് വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല സമയമായിട്ടാണ് കാണിക്കുന്നത്. ബിസിനസ് സംബന്ധമായിട്ട് ബിസിനസ് എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്. അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് വളരെ നല്ല സമയമാണ്. നല്ല രീതിയിൽ പഠന മികവോടുകൂടി മുൻപോട്ട് പോകാനുള്ള ഒരു ദൈവാധീനം സരസ്വതി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്നു. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമായിട്ടാണ് കാണിക്കുന്നത്. മിഥുനക്കൂർ നക്ഷത്ര ജാതകരുടെ മാതാവ് വഴിയുള്ള ബന്ധുക്കൾക്ക് ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ പിതാവിൽ നിന്നുള്ള ധനലാഭവും മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അതുപോലെ ശിവ പഞ്ചാക്ഷരവും ദിവസവും ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അടുത്തത് കർക്കിടകക്കൂർ നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കർക്കിടകക്കൂർ നക്ഷത്ര ജാതകരായ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർക്ക് ചെറിയ അലസത ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എല്ലാ മേഖലകളിലും കർമ്മ രംഗത്തുള്ള അലസത,
അവർക്ക് ജോലിയോടുള്ള ഒരു വിരക്തി, അങ്ങനെ വർക്ക് ഓറിയന്റഡ് സാറ്റിസ്ഫാക്ഷൻ ലിമിറ്റ് കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യതകൾ, ജോലി അന്വേഷിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്നുണ്ട് കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർക്ക്. അതുപോലെ തന്നെ ഭക്ഷ്യ സംബന്ധമായിട്ടുള്ള അലർജി, ഫുഡ് അലർജി ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പണമിടപാടുകൾ വഴി ചെറിയ ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് സർക്കിൾസ് വഴി അവർക്ക് ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ ധനനഷ്ടവും ഉണ്ടാകാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർക്ക് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അവർക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു. പൂർണ്ണമായിട്ടുള്ള സരസ്വതി കടാക്ഷമുള്ള ഒരു വാരമാണ് കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. ഭക്ഷണം നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. സാമ്പത്തിക ഇടപാടുകൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. വിവാഹപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് സംബന്ധമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് സാമ്പത്തികപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർക്ക്. പണമിടപാടുകൾ, അതായത് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ്, ബിസിനസ് സംബന്ധമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഫിനാൻഷ്യൽ എക്സ്പാൻഷൻ, ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച വരെ അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം വളരെ നല്ല സമയമാണ്. അപ്പം കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർ സാമ്പത്തികപരമായിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കരുതിയിരിക്കേണ്ട ഒരു വാരമായിട്ടാണ് കവടിയിൽ ഞാൻ കണ്ടത്. ഞാൻ ഓപ്പൺ ആയിട്ട് പറയുവാണ്. അപ്പം ജസ്റ്റ് ഒന്ന് കരുതിയിരിക്കുക. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ചിങ്ങക്കൂർ നക്ഷത്ര ജാതകരായ മകം, പൂരം നക്ഷത്രം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് ശത്രു സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, പുതിയതായിട്ട് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഞാൻ അതിന് മുമ്പലത്തെ വാരഫലത്തിൽ പറഞ്ഞ പോലെ തന്നെ ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് സംസാര സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ സംസാര രീതി നല്ല രീതിയിൽ ഒന്ന് നിയന്ത്രിക്കുക. സംസാര സംബന്ധമായിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും അതുപോലെ ഔദ്യോഗികപരമായിട്ടാണെങ്കിലും കുടുംബ സംബന്ധമായിട്ടാണെങ്കിലും പുതിയ ശത്രുക്കൾ, നിങ്ങളുടെ ആ ഒരു സംസാര രീതിയിലുള്ള ഒരു അതൃപ്തി കാരണം അങ്ങനെ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് ഉദര സംബന്ധമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ കാൽമുട്ടിന് ചെറിയ വേദന ഉണ്ടാകാനുള്ള സാധ്യത പൊതുവെ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് ചെറിയ അലസത, അതുപോലെ തന്നെ എപ്പോഴും ഒരു സ്ട്രെസ്, തലയിൽ നല്ല സ്ട്രെസ് തോന്നാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. പൂർണ്ണമായിട്ടുള്ള ഒരു ദൈവാധീനം നിൽക്കുന്നു. വിദേശത്ത് ഉപരിപഠനത്തിന് പോകുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം വളരെ നല്ല സമയം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ്, ബിസിനസ് സംബന്ധമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ വളരെ നല്ല സമയമായിട്ടാണ് കാണിക്കുന്നത്. ബിസിനസ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും പൂർണ്ണമായിട്ടുള്ള ഒരു ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന വാരമാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. പക്ഷേ കുടുംബത്ത് ചെറിയ തോതിലുള്ള സമാധാനക്കുറവ് നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ഇഷ്യൂസ്, അങ്ങനെയുള്ള ദാമ്പത്യപരമായിട്ടുള്ള ഇഷ്യൂസ്, ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും വിദേശത്ത് ഹയർ സ്റ്റഡീസിന് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും വിദ്യാഭ്യാസപരമായിട്ട് നല്ല ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർ കുടുംബദേവിയെ ഒന്ന് ദിവസവും പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ദേവി കടാക്ഷം ഉണ്ടെങ്കിൽ ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്നതാണ്. അപ്പം കുടുംബദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനാ വേളയിൽ ദേവിയെ കൂടി ചേർത്ത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂർ നക്ഷത്ര ജാതകരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം ചിത്തിര പകുതി. കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്.
പക്ഷെ ശത്രുപരമായിട്ടുള്ള തടസ്സം കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. ശത്രു തടസ്സം, ഭദ്രകാളി ദേവിയെ ദിവസവും പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള ശത്രുപരമായിട്ടുള്ള കാര്യങ്ങൾ, തടസ്സങ്ങൾ മാറുന്നതാണ്. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഈ ആഴ്ച അല്ലെങ്കിൽ അതിന്റെ അടുത്ത ആഴ്ച എപ്പോഴെങ്കിലും സമയം പോലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി ഗുരുതി, ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ദിവസം ഒരു ഗുരുതി നടത്തേണ്ടതും വളരെ നല്ലതാണ്. അങ്ങനെയുള്ള ശത്രു തടസ്സങ്ങൾ മാറി കിട്ടുന്നതാണ്. ശത്രുപരമായിട്ടുള്ള കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല ഒരു വാരമായിട്ടാണ് കവടിയിൽ കണ്ടത്. ദൈവാധീനം നല്ല രീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു. പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ഒരു ഭാഗ്യം. വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികൾക്ക് വളരെ നല്ല സമയമാണ്. പൂർണ്ണമായിട്ടുള്ള സരസ്വതി ദേവിയുടെ കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. വിവാഹപരമായിട്ടും ചെറിയ തടസ്സങ്ങൾ ഈ ഒരു വാരം തുടക്കത്തിൽ വരുമെങ്കിൽ പോലും പിന്നീട് ആ ഒരു തടസ്സം മാറുന്നതാണ്. അപ്പം കുടുംബ ദേവിയെ നല്ല രീതിയിൽ ഒന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും. പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ വളരെ നല്ല ശാന്തപരമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം കന്നിക്കൂർ നക്ഷത്ര ജാതകർ ശത്രുപരമായിട്ടൊന്ന് കരുതിയിരിക്കുക. നിങ്ങളുടെ സംസാര രീതി കൂടി ഒന്ന് ആ ഒരു മിതത്വ ഭാവത്തിൽ പോകേണ്ട അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവര് ആ ഒരു ഫുൾ ഡെഡിക്കേഷനോട് കൂടി നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ പറ്റിക്കപ്പെടാത്ത രീതിയിൽ ആ ഒരു മണി അലോക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല ഒരു ഫുൾ ഫോക്കസിങ്, ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ കസ്റ്റമർ ഓറിയന്റഡ് സാറ്റിസ്ഫാക്ഷൻ ലിമിറ്റ് ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു ഊർജവത്തോടു കൂടി ആ ഒരു പോസിറ്റിവിറ്റി ആ ഒരു ഇതിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. പുതിയ കസ്റ്റമേഴ്സിനെയൊക്കെ കിട്ടാനും ആ ഒരു ദൈവാധീനം നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കുന്ന വാരമാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂർ നക്ഷത്ര ജാതകരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് കുടുംബത്ത് ചെറിയ തോതിലുള്ള ഒരു സമാധാനക്കുറവ് നേരിടാനുള്ള സാധ്യതകൾ കവടിയിൽ കണ്ടു. പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള വഴക്കിടാനുള്ള സാധ്യത, അങ്ങനെയുള്ള വാക്ക് തർക്കങ്ങൾ, അഭിപ്രായ ഭിന്നത, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് സോൾവ് ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ്. ജോലി സംബന്ധമായിട്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ നേരിടുന്നതല്ല. ജോലി കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ ആ ഒരു ഡെഡിക്കേഷനോട് കൂടി ജോലികൾ ചെയ്ത് പൂർത്തിയാക്കാനുള്ള ഒരു മനസ്സ്, ആ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒരു പോസിറ്റീവ് ഒരു മൈൻഡ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികൾക്ക് പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമായിട്ടാണ് കാണിക്കുന്നത്. വിദേശത്ത് ഹയർ സ്റ്റഡീസിന് പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. ബിസിനസ് സംബന്ധമായിട്ടും അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ പണം, ഫിനാൻഷ്യൽ ഡീലിങ്സ് നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. ചിലവ് നല്ല രീതിയിൽ കൂടി നിൽക്കാനുള്ള സാധ്യത തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് അത്ര നല്ലൊരു വാരമല്ല തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക്. ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ബാക്ക് പെയിൻ, നടു സംബന്ധമായിട്ടുള്ള പെയിൻ, അതുപോലെ കാൽമുട്ടിന് വേദന, തലവേദന, ഇടത്തെ ചെവിക്ക് ഉള്ള പ്രശ്നങ്ങൾ, അതുപോലെ നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത, ജലദോഷം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് അടുത്തൊരു വാരം പൊതുവെ കാണിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അടുത്തത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർക്ക് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു വാരമാണ് കാണിക്കുന്നത്. പൂർണ്ണമായിട്ട് ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു. വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഉള്ള ഒരു വാരം, അതുപോലെ തന്നെ ശിവഭഗവാന്റെയും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ എല്ലാം മാറുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. വിവാഹപരമായിട്ട് പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു.
ദമ്പതികൾക്കിടയിൽ വളരെ പീസ്ഫുൾ, വളരെ സമാധാനപരമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ഭാഗ്യം കടാക്ഷിച്ചു നിൽക്കുന്ന ഒരു വാരം. ചിലവ് നല്ല രീതിയിൽ ഒന്ന് നിയന്ത്രിക്കുക. അങ്ങനെയുള്ള അൺനെസസറി എക്സ്പെൻസസ്, നിങ്ങളുടെ ലിമിറ്റിൽ വരാത്ത, പ്ലാനിങ്ങിൽ വരാത്ത അങ്ങനെയുള്ള എക്സ്പെൻസസുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പണമിടപാടുകൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് വളരെ നല്ല ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു. അപ്പം ദിവസവും ഹനുമാൻ ചാലിസ പറ്റുമെങ്കിൽ ജപിക്കുക, ശിവപഞ്ചാക്ഷരം ദിവസവും ജപിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, പറ്റുമെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തുക, പാൽപായസം വഴിപാടായി സമർപ്പിക്കാം. പറ്റുമെങ്കിൽ ദർശനം നടത്തുക, അല്ലെങ്കിൽ അടുത്ത ആഴ്ച സമയം പോലെ എപ്പോഴെങ്കിലും ദർശനം നടത്തുക. പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന വാരമാണ്. ആരോഗ്യപരമായിട്ട് വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ ഹെൽത്ത് വൈസ് ഒരു സാറ്റിസ്ഫാക്ടറി ലിമിറ്റിൽ നിൽക്കുന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ധനുക്കൂർ നക്ഷത്ര ജാതകരായ മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം, ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഞാൻ നേരത്തെ ഒന്ന് രണ്ട് കൂറിൽ പറഞ്ഞ പോലെ തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ധനുക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. പുതിയതായിട്ട് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നതാണ്. അതുപോലെ ജോലിയിൽ ഉള്ള ഒരു വിരക്തി ധനുക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തോതിൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. അതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികൾക്ക് അലസത ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പോലും അലസത ഉണ്ടാകാനുള്ള സാധ്യത ധനുക്കൂർ നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ പൊതുവേ ഉള്ളൊരു ഫലമാണ്. എല്ലാവർക്കും 100% വരും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പൊതുവെ കാണിക്കുന്നുണ്ട്. അപ്പം ദിവസവും സരസ്വതി മന്ത്രം ദിവസവും ജപിക്കുക, അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ ദിവസവും പ്രാർത്ഥിക്കുക. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറുന്നതാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ കുടുംബദേവിയെ ദിവസവും പ്രാർത്ഥിക്കുക. ധനുക്കൂർ നക്ഷത്ര ജാതകർക്ക് പിതൃക്കൾ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും കവടിയിൽ കണ്ടതാണ്. പിതൃക്കളെ ഒന്ന് സ്മരിക്കുക. പ്രാർത്ഥനാ വേളയിൽ അവരെ കൂടി ഒന്ന് സ്മരിക്കേണ്ടത് അത്യാവശ്യമാണ്. ബിസിനസ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് പൊതുവെ നല്ലൊരു വാരമാണെങ്കിൽ പോലും ഫിനാൻഷ്യൽ കാര്യങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ. അങ്ങനെ കസ്റ്റമേഴ്സ് വഴിയുള്ള ഡീലിങ്സ് എല്ലാം വളരെ പീസ്ഫുൾ, വളരെ സേഫ് ആയിട്ടുള്ള ഡീലിങ്സ് ആയിരിക്കും. ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വാഹനം എടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്ന ധനുക്കൂർ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു വാരം ഒരു ബുധനാഴ്ച വരെ അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. വീട് പണി ഒക്കെ ചെയ്യുന്നവർക്ക് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്കും ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും നേരിടുകയാണെങ്കിൽ വിഘ്നേശ്വര പ്രീതി നേടുക. അതുപോലെ കുടുംബ ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. കുടുംബത്ത് എന്നിരുന്നാൽ പോലും നല്ല സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് വളരെ നല്ല ഒരു വാരമാണ് കാണിക്കുന്നത്. കുടുംബത്ത് നല്ല സമാധാനം ഉണ്ടാവും. അതുപോലെ പിതൃ സംബന്ധമായിട്ടുള്ള സ്വത്തുക്കൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള തീരുമാനം ഉണ്ടാകും. അതുപോലെ പിതാവിന്റെ ബന്ധുക്കൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ധനുക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്കും ചൊവ്വാഴ്ചയ്ക്ക് ശേഷം അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മകരക്കൂർ നക്ഷത്ര ജാതകരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം പകുതി. മകരക്കൂർ നക്ഷത്ര ജാതകർക്ക് പൂർണ്ണമായിട്ടുള്ള വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം, അതുപോലെ തന്നെ ശിവഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. അതുകൊണ്ട് തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. ശനീശ്വര കൃപയും മകരക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. ദിവസവും ശനീശ്വര മന്ത്രം ജപിക്കുക. നീലാഞ്ജന സമാഭാസം, രവിപുത്രം യമാഗ്രജം, ഛായ മാർത്താണ്ഡ സംബോധം തന്നമാമി ശനീശ്വരം. ദിവസവും വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ശനീശ്വര മന്ത്രം ദിവസവും ജപിക്കുക. അതുപോലെ തന്നെ ശിവപഞ്ചാക്ഷരവും വിഷ്ണു മന്ത്രവും ദിവസവും ജപിക്കുക. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ, അതുപോലെ ബിസിനസ് സംബന്ധമായിട്ട്, ഞാൻ ഉദ്ദേശിച്ച ബിസിനസ് സംബന്ധമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു വാരമാണ്. ബിസിനസ് പുതിയതായിട്ട് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് പൊതുവെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ് ദമ്പതികൾക്കിടയിൽ.
ആരോഗ്യപരമായിട്ട് അത്ര ബുദ്ധിമുട്ടുകൾ നിങ്ങളെ നേരിടുന്നതല്ല. കുട്ടികൾക്ക് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള വളരെ നല്ലൊരു സമയമായിട്ടാണ് പഠിക്കുന്ന കുട്ടികൾക്ക് കാണിക്കുന്നത്. പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം, സരസ്വതി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ നല്ല ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. വിദേശത്ത് ഹയർ സ്റ്റഡീസിന് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു വാരമായിട്ടാണ് കവടിയിൽ ഞാൻ കണ്ടത്. അതുപോലെ സാമ്പത്തിക ഇടപാടുകൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വിവാഹം ആലോചിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് കാണിക്കുന്നത്. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കുംഭക്കൂർ നക്ഷത്ര ജാതകരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂർ നക്ഷത്ര ജാതകർക്ക് പോസിറ്റീവ്സ് നെഗറ്റീവ്സ് രണ്ടും ഇടകലർന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഈ ഒരു വാരം ആദ്യം ഉണ്ടാവെങ്കിൽ പോലും ആ തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. അതായത് വിവാഹം ആലോചിക്കുന്നവർക്ക് അടുത്ത ബുധനാഴ്ച വരെ അത്ര അനുകൂലമായിട്ടുള്ള സമയം അല്ലെങ്കിൽ പോലും അതെല്ലാം അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറുന്നതാണ്. എഡ്യൂക്കേഷൻ വൈസ് കുട്ടികൾക്ക് പഠന സംബന്ധമായിട്ടുള്ള ചെറിയ തടസ്സങ്ങൾ, മടി, അലസത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വിദേശത്ത് ഹയർ സ്റ്റഡീസിന് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും ചെറിയ തടസ്സം ഈ ഒരു വാരം തുടക്കത്തിൽ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടാൻ ചിലപ്പോൾ ചാൻസുകൾ കാണിക്കുന്നുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് അത്ര അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടല്ല കാണിക്കുന്നത്. ആരോഗ്യപരമായിട്ടും ചെറിയ ക്ലേശങ്ങൾ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നല്ല ഞാൻ പറഞ്ഞത്. ചെറിയ രീതിയിലുള്ള ഫുഡ് അലർജി, അതുപോലെ തന്നെ അലർജി പനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, തൊണ്ടയ്ക്ക് അസ്വസ്ഥത, മൂക്കിന് പ്രശ്നം, ഇടത്തെ കണ്ണിന് ചെറിയ കാഴ്ചക്കുറവ്, തലവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ കാൽമുട്ടിന്റെ വേദന, ഇങ്ങനെയുള്ള ബാഹ്യപരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുംഭക്കൂർ നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. കുടുംബത്ത് ദമ്പതികൾക്കിടയിൽ ചെറിയ തോതിലുള്ള സൗന്ദര്യപ്പിണക്കം ഉണ്ടാകും. അതായത് ചെറിയ വഴക്കുകൾക്കൊക്കെയുള്ള സാധ്യതകൾ കുംഭക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിതാവിന് ചെറിയ ആരോഗ്യ ക്ലേശങ്ങൾ കുംഭക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആരോഗ്യപരമായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. പണമിടപാടുകൾ ഒന്ന് ശ്രദ്ധിക്കുക. നല്ല രീതിയിലുള്ള ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യതകളും കുംഭക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഈ ഒരാഴ്ച ഒന്ന് ഒഴിവാക്കുക. കാരണം ഭക്ഷണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അലർജി അങ്ങനെയുള്ള ഫുഡ് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതായി മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മീനക്കൂർ നക്ഷത്ര ജാതകരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രം. മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഈ ഒരു വാരം. അതായത് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും, അതുപോലെ തന്നെ അലർജി പനി ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ മൂക്കിന് ചിലപ്പം വേദന, അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യതകൾ, തൊണ്ടയ്ക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, അങ്ങനെയുള്ള ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. ജോലി സംബന്ധമായിട്ട് ചെറിയ അലസത മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നു. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് കിട്ടാനുള്ള പൂർണ്ണ ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സം മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ 1-2 തവണ കവടി പ്രശ്നം വെച്ചപ്പോഴും മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ദിവസവും ഹനുമാൻ ചാലിസ ജപിക്കുക, അതുപോലെ തന്നെ നരസിംഹ മന്ത്രം ദിവസവും ജപിക്കുക. അങ്ങനെയുള്ള ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. കുടുംബത്ത് പൊതുവെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. ദമ്പതികൾക്കിടയിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകും എങ്കിൽ പോലും, ചെറിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നത ഉണ്ടാകുമെങ്കിൽ പോലും അതത്ര കാര്യമാവുകയില്ല. മാതാവിന് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ ആരോഗ്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പണം ഇടപാടുകൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. പണം, അതായത് എക്സസ് ആയിട്ടുള്ള കൂടുതൽ ചിലവ് ഉണ്ടാകാനുള്ള സാധ്യത മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ പിതാവിൽ നിന്ന് അങ്ങനെ കുടുംബ സംബന്ധമായിട്ടുള്ള വിഹിതം, ധനം അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ ഒക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള തീരുമാനം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. മീനക്കൂർ നക്ഷത്ര ജാതകർ പുറത്തു നിന്നുള്ള ഭക്ഷണം ഒന്ന് ഒഴിവാക്കുക. ആരോഗ്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പഠന സംബന്ധമായിട്ട് കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കൂടുതലായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു.
ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. ബിസിനസ് സംബന്ധമായിട്ട് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ്, ബിസിനസ് സംബന്ധമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ല ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. നല്ലൊരു പ്ലാനിങ്ങോട് കൂടി പോവുകയാണെങ്കിൽ വളരെ നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് വിവാഹം ആലോചിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. ഇതാണ് 27 നക്ഷത്ര ജാതകരുടെയും അടുത്ത ഒരാഴ്ചത്തെ ഫലം, വാരഫലം. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ജാതകത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പാപഗ്രഹ അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങളുടെ പേരും നക്ഷത്രവും അതുപോലെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടെൻഷൻ, അങ്ങനെ ബുദ്ധിമുട്ടുകൾ എന്താണ്, അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ചേർത്ത് നിങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ കബഡി പ്രശ്നത്തിലൂടെ പേഴ്സണലി നിങ്ങളുടെ കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് അതിന് പരിഹാരം പറഞ്ഞു തരുന്നതിനും എന്നെ പേഴ്സണലി എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്, മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പം എല്ലാവർക്കും നല്ല ഒരു വാരം നേരുന്നു. നന്ദി, നമസ്കാരം.